സിനിമകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള കളർ ലുക്കുകൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ വിശദമായിട്ട് ഈ എപ്പിസോഡിൽ പഠിക്കാം. കളർ വീൽ ഉപയോഗിച്ചിട്ടുള്ള കളർ ഗ്രേഡിംഗ് ഓപ്ഷൻസുകൾ മുന്നേ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലൈറ്റ് റൂം മൊബൈലിലും കളർ വീൽ ഉപയോഗിച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് കളർ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ചില ഫോട്ടോകളൊക്കെ നല്ല രസമായിട്ട് എഡിറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇവരുടെ പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പം എല്ലാ ഫോട്ടോകൾക്കും ഒരേ ടോണും ഒരേ സ്റ്റൈലും ഒക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള എഡിറ്റിങ്ങുകൾ നമ്മളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്റ്റൈലിലുള്ള കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഈ കളർ വീൽ ഉപയോഗിച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ എങ്ങനെയാണ് നിങ്ങളെ ഫോട്ടോഗ്രാഫിനെ നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. ലൈറ്റ് റൂമിൽ നിങ്ങൾ ചിത്രം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് റൂമിൽ കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതാണ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിൽ ഗ്രേഡിങ്ങും അതുപോലെ തന്നെ മിക്സിങ്ങും കാണാം. മിക്സിങ്ങിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഗ്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഗ്രേഡിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 4 കളർ വീലുകൾ കാണാം. അതായത് ഷാഡോസിൽ കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീലുണ്ട്, മിഡ് ടോൺ ഉണ്ട്, ഹൈലൈറ്റ്സ് ഉണ്ട്. അതിനുശേഷം ഗ്ലോബൽ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് 4ാമതായിട്ട് വേറൊരു കളർ വീൽ കൂടി. എന്താണ് ഈ കളർ വീൽ എന്നും ഇതിൽ എങ്ങനെയാണ് നമുക്ക് കളർ ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. ഷാഡോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രത്തിലെ വെളിച്ചം കുറഞ്ഞ ഏരിയ, അതായത് ഷാഡോസിൽ നമുക്ക് ഒരു കളർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ വീല് തരുന്നത്. അതായത് ഈ വീലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ ഫൈൻഡ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഈ കളർ വീലിൽ നിന്ന് സെന്ററിലോട്ട് പോകുന്നതിനനുസരിച്ച് ആ സെലക്ട് ചെയ്ത കളറിന്റെ സാച്ചുറേഷൻ കുറയും. അതുപോലെ തന്നെ എഡ്ജിലോട്ട് പോകുന്നതിനനുസരിച്ച് അതിന്റെ സാച്ചുറേഷൻ കൂടുകയും ചെയ്യും. ഇത്തരത്തിൽ ഈ ഒരു കളർ വീലിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കളർ ഇതിന് വേണ്ടിയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ചിത്രത്തിൽ ഷാഡോസിൽ ഒരു ബ്ലൂ കളർ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വീലിൽ നിന്ന് ഒരു ബ്ലൂയിഷ് ഏരിയയിലുള്ള ഒരു കളർ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് അതിന്റെ സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തായിട്ട് ഹൈലൈറ്റ്സിൽ കളർ ആഡ് ചെയ്യാം. മിഡ് ടോൺ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. കളർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കളർ വീലിലുള്ള ഓപ്പോസിറ്റ് കളർ ഹൈലൈറ്റ്സിലും ഷാഡോസിലും കൊടുക്കുകയാണെങ്കിൽ ചിത്രം കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ട് മാറുന്നതാണ് പറയാം. ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഓറഞ്ച് ടീൽ ലുക്ക് വളരെ ഫേമസ് ആണല്ലോ. ഓറഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റ് കളറാണ് ടീൽ. അത് വെച്ചിട്ടാണ് അവർ എഡിറ്റ് ചെയ്യുന്നത്. ഷാഡോസിൽ ബ്ലൂ ആഡ് ചെയ്തുകൊണ്ട് ഹൈലൈറ്റ്സിൽ നമുക്കൊരു സൺറൈസ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ റെഡിഷ് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു ചിത്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഹൈലൈറ്റ്സിൽ നല്ല കളർ വേണം. അതുകൊണ്ട് തന്നെ കുറച്ചധികം സാച്ചുറേഷൻ കൂട്ടി വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹൈലൈറ്റ്സിലും ഷാഡോസിലും നമ്മൾ കളർ ആഡ് ചെയ്തു. ഇനി നോർമൽ ആയിട്ടുള്ള ലൈറ്റുള്ള ഏരിയയിലുള്ള കളറാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അതാണ് മിഡ് ടോൺ എന്ന് പറയുന്നത്. നമുക്ക് ഈ ചിത്രത്തിനെ സംബന്ധിച്ച് കുറച്ചൊരു വാം കളർ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനൊരു യെല്ലോയിഷ് കളറാണ് ഇതിൻ്റെ മിഡ് ടോണിൽ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ 3 റേഞ്ചിലും സെപ്പറേറ്റ് ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും അവസാനം ഇവിടെ ഒരു ഗ്ലോബൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഗ്ലോബൽ അഡ്ജസ്റ്റ്മെന്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ടോട്ടലായിട്ട് ഹൈലൈറ്റ്സിലും മിഡ് ടോണിലും ഒക്കെ നിങ്ങൾക്ക് ഒരൊറ്റ കളർ ഏതെങ്കിലും സ്പെസിഫിക്കലി കൊടുക്കണമെങ്കിൽ ഈ ഗ്ലോബൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഗ്ലോബൽ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. മറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നില്ലെങ്കിലൊക്കെ ഈ ഒരൊറ്റ കളർ ടോൺ കൊടുക്കണമെങ്കിലൊക്കെ ഈ ടോൺ യൂസ് ചെയ്യാം. കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ 2-3 സ്ലൈഡേഴ്സ് കാണാം. അതായത് ലൂമിനൻസിന്റെ സ്ലൈഡർ ഉണ്ട്, ബ്ലെൻഡിങ് ഉണ്ട്, ബാലൻസ് ഉണ്ട്. ലൂമിനൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത കളർ എത്രത്തോളം ബ്രൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം ഡാർക്ക് ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഈ ലൂമിനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൂമിനൻസ് കൂട്ടുന്നതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത കളറിന്റെ ബ്രൈറ്റ്നസ് കൂടും. ലൂമിനൻസ് കുറയ്ക്കുന്നതിനനുസരിച്ച് അത് കൂടുതൽ ഡാർക്ക് ആയിട്ട് മാറുന്നത് കാണാം. ഇനി ബ്ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബ്ലെൻഡിങ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹൈലൈറ്റ്സിലും ഷാഡോസിലും മിഡ് ടോണിലും കളർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലെൻഡിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്ലെൻഡിങ്ങിന്റെ വാല്യൂ കുറയ്ക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കളർ സ്പെസിഫിക് ആയിട്ട് ഈ 3 ഏരിയയിൽ മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്യും. ബ്ലെൻഡിങ് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് ഇത് 3 ഏരിയയിൽ വളരെ കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് നിങ്ങളുടെ ചിത്രത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ബ്ലെൻഡിങ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് വരുന്ന സ്ലൈഡർ എന്ന് പറയുന്നത് ബാലൻസ് ആണ്. നിങ്ങളിപ്പം കൊടുത്ത ചിത്രത്തിൽ ഇപ്പം ഹൈലൈറ്റ്സിൽ നമ്മൾ വാം കളേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷാഡോസിൽ കൂൾ കളർ കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ഹൈലൈറ്റ്സിലുള്ള കളർ കുറച്ചുകൂടി കൂടുതലായിട്ട് കാണണം ഷാഡോസിലെ കളറിനേക്കാളും, അല്ലെങ്കിൽ ഷാഡോസിൽ കൊടുത്ത കളറാണ് നിങ്ങൾക്ക് കൂടുതൽ വിസിബിൾ ആവേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡർ യൂസ് ചെയ്യുന്നത്. അതായത് ബാലൻസിന്റെ വാല്യൂ നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ ഷാഡോസിൽ ആഡ് ചെയ്ത കളർ കൂടുതലായിട്ട് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. നമ്മൾ ബാലൻസിന്റെ വാല്യൂ കൂട്ടുന്നതിനനുസരിച്ച് അതിൽ ഹൈലൈറ്റ്സിൽ ആഡ് ചെയ്ത കളറായിരിക്കും കൂടുതലായിട്ട് വിസിബിൾ ആവുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് ബാലൻസ് കൊണ്ടുവരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഒരു ചിത്രത്തിലെ ഇൻഡിവിജ്വൽ കളേഴ്സിനെ എങ്ങനെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും.